ടുഡേയ്സ് ടേസ്റ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടുഡേയ്സ് ടേസ്റ്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം രാധ ചേച്ചിയാണ്. രാധ സുന്ദർ, നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് ഉണ്ണി ചേച്ചി എന്നാണ്. അപ്പോൾ ഉണ്ണി ചേച്ചി നമുക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി, വെൽക്കം ടു ദ ഷോ. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ എന്തായാലും ഉണ്ണി ചേച്ചി എന്ന് വിളിച്ചു തുടങ്ങും കേട്ടോ. ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താണ്? നമ്മൾ വെജ് നഗറ്റ്സ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മളുടെ മുന്നേ ഉണ്ടാക്കി തന്ന ഐറ്റംസിലൊക്കെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് തോറ്റു പോകുന്ന രീതിയിലുള്ള രുചിയായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി വെജ് നഗറ്റ്സും അതേപോലെ തന്നെ ആയിരിക്കുള്ളൂ. ഉണ്ണി ചേച്ചിയുടെ സംരംഭത്തിൻ്റെ പേരാണ് രാധാസ് ഹോം ട്രീറ്റ്സ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് തന്നെ തുടങ്ങാം. നമുക്കുള്ള ബീൻസും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, വെളുത്തുള്ളി അരച്ചതുണ്ട്, കോൺഫ്ലോർ ഉണ്ട്, ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മാഷ് ചെയ്ത് വെച്ചു. രണ്ടും ബ്രെഡ് ക്രംസ് ആണ്. ഇത് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കാനുള്ളതാ. ഇത് നമുക്ക് അതിന്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ പൊരിക്കാൻ ആവശ്യത്തിന് നമുക്ക് എണ്ണ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ അല്ലേ? ഇതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇതെല്ലാം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം അല്ലേ? ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമല്ലോ. ഓക്കെ, തുടങ്ങിയാലോ? തുടങ്ങാം. എണ്ണ ഒഴിക്കണം അല്ലേ? കുറച്ച് മതിയാവും. നമ്മൾ പൊരിക്കുന്നതുകൊണ്ട് സോട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് എണ്ണ മതിയാവും. ഓക്കെ, ഇത് നമ്മൾ പൊരിക്കാനല്ല, സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ബാക്കിയുള്ളതെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പൊട്ടറ്റോ അല്ലേ എടുത്ത് വെച്ചിരിക്കുന്നത്? പൊട്ടറ്റോ ഓൾറെഡി വേവിച്ച് വച്ചേക്കാണ്. ഇതിപ്പോൾ എത്ര ഉണ്ട്? ഒരു 4 പൊട്ടറ്റോ ഉണ്ട്. 4 പൊട്ടറ്റോ. ഇതിപ്പോൾ ഒരു ക്യാരറ്റും, ഒരു വലിയ ക്യാരറ്റാണ്, ഒരു 5-6 ബീൻസ്. ഓക്കെ ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് ഇത് നമ്മൾ സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം പച്ചക്കറി എന്നുള്ള വെള്ളം നമുക്ക് ഇറങ്ങി വരും സോട്ട് ചെയ്യുമ്പോൾ. അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് എത്ര ഇതിപ്പോൾ നമുക്കൊരു 20-30 നമുക്ക് അത്രയും ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ അവിടെ ചൂടായിക്കൊണ്ടിരിക്കുക അല്ലേ? ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എത്ര ഡിഷസ് ഉണ്ട് നമ്മുടെ മെനുവിൽ? എത്ര ഐറ്റംസ് ഉണ്ട് മെനുവിൽ? നമുക്ക് 60ക്ക് മേലുള്ള ഐറ്റംസ് ഉണ്ട്. 60 മേളിൽ. സാധാരണ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്താ അതിലും വേണ്ടിയിട്ട് വെജിറ്റേറിയനിൽ ചെയ്യാൻ അത്രയും രുചി വരുമോ എന്നൊക്കെ. നോൺ വെജിറ്റേറിയനിൽ പല രീതിയിലൊക്കെ ട്രൈ ചെയ്യാം. നമുക്ക് പനീറിലും ഗോപിയിലും തന്നെ ഏകദേശം 10 വെച്ച് അങ്ങനെയുണ്ട് നമുക്ക് റെസിപ്പി. ഓക്കെ, മെനുവിൽ ഐറ്റംസ് അത് തന്നെ 20 ഐറ്റം വരും. ഓക്കെ, ഇതെല്ലാം അപ്പോൾ യൂട്യൂബിൽ നിന്നും അങ്ങനെയൊക്കെ കണ്ട് പഠിച്ച് അതെ എന്നിട്ട് സ്വന്തമായിട്ടുള്ള പൊടിക്കൈകളൊക്കെ ഇട്ടിട്ട് ഒരു ട്വിസ്റ്റ് വരുത്താറുണ്ട് അല്ലേ? ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റം നമ്മുടെ പൊതിപ്പറോട്ടയും വെജ് ഷവർമയാണ്. അപ്പോൾ ഷവർമയ്ക്ക് കുബൂസ് പുറമെ വാങ്ങുന്നതാണോ അതോ? കുബൂസ് നമുക്കിപ്പം ഓവനൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന്, അതും ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കും, ശാലിൻ ചേച്ചിയുടെ നിന്നാണ്, ചേച്ചി പ്രിപ്പയർ ചെയ്യുന്നതാണ് കുബൂസ്. ഓക്കെ, കുബൂസ് ശാലിൻ ചേച്ചിയാണ് ചെയ്യുന്നതെന്ന്. ചേച്ചി ഓൾറെഡി ബ്രെഡൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് കുബൂസും കൂടി ചേച്ചി ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ ഫ്രൂട്ട്സിലെ ശാലിൻ ചേച്ചിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ഒരു എപ്പിസോഡ് ചേച്ചീനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേക്കൂട്ട് ലൈവ് ഐസ്ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഉള്ളൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോം ഷെഫ്സും ഹോം ബേക്കേഴ്സും ഒക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണല്ലേ? ഇങ്ങോട്ടും മാക്സിമം ഹെൽപ്പ് ചെയ്ത് പോകുന്നവരാണ് എല്ലാവരും. ഒരാൾക്ക് ഓർഡർ എടുക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റേ ആളിലേക്ക് പാസ് ചെയ്യാം. ചേച്ചിയുടെ കാര്യം എടുത്താലും ചേച്ചിക്ക് വെജ് ഓർഡർ വന്നാലും നമുക്ക് ചേച്ചി വെജ് ചെയ്യും, എന്നാലും നമുക്ക് തന്നെ അത് പാസ് ചെയ്താൽ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ നമ്മൾ ഏതാണ്ട് സോർട്ട് ചെയ്തു. ഇനി എന്താ അതിലേക്ക്? വെളുത്തുള്ളി അരച്ചത്. ഇത് എത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു? 4-5 വെളുത്തുള്ളി. 4-5 അല്ലി അല്ലേ? ഇനി അതിലേക്ക് എന്താ? ബ്രെഡ് ക്രംസും ചില്ലി ഫ്ലേക്സും ഒക്കെ ആഡ് ചെയ്യണ്ടേ? ഈ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എടുക്കണോ? അപ്പോൾ നമ്മൾ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ വെജ് നഗറ്റ്സും ബാക്കി ഒരുപാട് സ്നാക്സ് ഉണ്ട്. 60+ ഐറ്റംസ് ഉണ്ട് വെജിറ്റേറിയൻ ഇതിൽ തന്നെ ഡിഷസ്. വെജ് ഷവർമയും പൊതിപ്പൊറോട്ടയും ഒക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഓർഡർ കൊടുക്കുക. നമ്മുടെ ഉണ്ണി ചേച്ചി ജോലിയുടെ ഒപ്പമാണ്, പാഷൻ കാരണം ജോലിയുടെ ഒപ്പമാണ് ഇതിനെയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
രാധാസ് ഹോം ട്രീറ്റ്സ് എന്നാണ് നമ്മുടെ ഇനിഷ്യേറ്റീവിൻ്റെ പേര്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് നമുക്ക് പേജ്. അപ്പോൾ പിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്പറും കൂടെ ഇട്ടേക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതനുസരിച്ച് ഓർഡർ കൊടുക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്യണം അല്ലേ? അതെ. നമുക്ക് ആ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ സെറ്റ് ആയല്ലേ? ഇത് നമ്മുടെ ഫില്ലിംഗ് അല്ലേ? ഫില്ലിംഗ് കുറച്ച് ബ്രെഡ് ക്രംസ് മതിയാവും. ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് ആ വെള്ളം കഴിഞ്ഞാൽ നമുക്ക് തണുക്കാൻ വെക്കണം അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അല്ലേ? സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി 10 മിനിറ്റ്സ് വെക്കണം. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്ത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളൊരു 10 മിനിറ്റ്സ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കാം. ഓക്കെ. നമ്മുടെ മിക്സപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് നമ്മൾ റോൾസ് ആയിട്ടാണോ എടുക്കണേ? ചെറിയ റോളായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കാം. ഓക്കെ. അതെന്തിനാ? അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഓക്കെ. അപ്പം നമ്മൾ കോൺഫ്ലവർ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അല്ലേ? കുറച്ച് മതി. കുറച്ച് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണേ. നമുക്കത് എത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മതിയാവോ? ഇടയ്ക്ക് ഒന്ന് ഡൈല്യൂട്ട് ആക്കാം നമുക്ക്. ഇത്രയും മതിയാവും. ഈ ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ, നമ്മുടെ വെജ് നഗറ്റ്സ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണി ചേച്ചിയുടെ ട്വിൻ സിസ്റ്ററായിട്ടുള്ള ലക്ഷ്മി ചേച്ചി അല്ലേ, അച്ചു ചേച്ചിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ചേച്ചി വിളിക്കാം അല്ലേ? ഇതൊന്ന് 2 പ്രാവശ്യം മുക്കി എടുത്താൽ 2 കോട്ടിങ് വേണം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ നഗറ്റ്സിനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? അത്രയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാം. അവിടെ ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ റെഡി. ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ? അപ്പം നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട ഉടനെ തന്നെ അങ്ങ് ഫ്രൈ ആവും അല്ലേ? നമുക്ക് അതിൽ ഇനി ഒരുപാട് നേരം ഇടേണ്ട ആവശ്യമില്ല. ഓൾറെഡി സോട്ട് ചെയ്ത് എടുത്തേക്കുന്നല്ലേ, കുക്ക്ഡ് ആണല്ലോ. ജസ്റ്റ് അപ്പോൾ ബ്രെഡ് ക്രംസ് മൊരിയാൻ ബ്രൗൺ ആവുമ്പോഴത്തേക്കും അപ്പോൾ നമ്മളെ വെജ് നഗറ്റ്സ് മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അത് ഓഫ് ചെയ്തോ? ഓഫ് ചെയ്തിട്ട്. ഓക്കെ. ദേ അപ്പം നമ്മുടെ വെജ് നഗറ്റ്സ് ദേ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ വെജ് നഗറ്റ്സ് ദേ റെഡി ആയിരിപ്പുണ്ട്. നമുക്ക് ചേച്ചിയെ വിളിച്ച് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഒരു രക്ഷയില്ലാത്ത മണം വന്ന് ഇങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഓടി വരാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കുവച്ചിട്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ അച്ചു ചേച്ചി, അതായത് ലക്ഷ്മി ചേച്ചി എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ വിളിക്കുന്ന പേരാണ് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്. അച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, ലക്ഷ്മി എന്നാണ് ഒഫീഷ്യൽ നെയിം. അതെ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രേക്ഷകരോട്. ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 9 years ആയി വർക്ക് ചെയ്യുന്നു. കുക്കിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് ഞാൻ. കഴിക്കൽ മാത്രമേ ഉള്ളൂ. എൻ്റെ അതെ, നമ്മൾ കഴിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഹോബീസ് എന്നൊക്കെ പറയാനാണെങ്കിൽ ഇവള് കുക്കിങ്ങിനൊക്കെ ഫോട്ടോ എടുക്കും. അതിന് പ്രതിഫലമായിട്ട്
കുക്ക് ചെയ്ത സാധനം തന്നെ ഞാൻ തന്നെ കഴിക്കും. അതാണ് അതിന് എനിക്ക് തിരിച്ചു കിട്ടുന്നത്. അതിഷ്ടമാണ്, ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാറുണ്ട്, ഡാൻസ് ചെയ്യും, പാട്ട് അതൊക്കെ കുറച്ചുണ്ട്. പാട്ട് പാടും വല്ലപ്പോഴും പാടാറുണ്ട് അല്ലേ? ഇപ്പൊ പാടാൻ പറഞ്ഞിട്ട് എന്നെ ചിലപ്പോ തൂക്കിയെറിയും. പാടുന്നു എന്നാലും ഒരു വരി ഇല്ല വേണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ രാധാസ് ഹോം ട്രീറ്റ്സ് ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ? ഉണ്ണിച്ചേച്ചിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാവും, എന്നാലും എങ്ങനെ? കൊച്ചിലേ തൊട്ട് അങ്ങനെ കുക്കിംഗ് ഒരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ആളല്ല. ഒരു 12th ഒക്കെ കഴിഞ്ഞിട്ടാണ് കുക്കിങ്ങിന് വലിയ ഇൻട്രസ്റ്റ് വന്നത്. ഈ രാധാസ് ഹോം ട്രീറ്റ്സ് തുടങ്ങിയ സമയത്തും ഓണസ്റ്റ്ലി പുള്ളിക്കാരി അത് ഒരു സ്ലോ പേസിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് ചേട്ടൻ്റെ സപ്പോർട്ടിലും പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടിലും അച്ഛൻ അമ്മ അവരുടെ വീട്ടിൽ ഓണസ്റ്റ്ലി ഫുൾ ഫാമിലി സപ്പോർട്ടിലും എൻ്റെ ഫോട്ടോഗ്രാഫിയും എല്ലാം കൊണ്ട് മാർക്കറ്റിംഗ് എല്ലാം തനിയെ തന്നെയാണ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും സപ്പോർട്ടുണ്ട്. ഈ ഫുഡ് ഗ്രൂപ്പ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇത്രയും പെട്ടെന്ന് ഒരു നല്ല ഗ്രോത്ത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല. ബട്ട് വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. കാരണം തനിയെ കൊണ്ടുവരുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് ചെയ്തത് കൊണ്ട് വെരി പ്രൗഡ്. ഇത്രയും നേരം ഞാൻ എന്താ നല്ലത് പറയാന്നൊക്കെ ആലോചിച്ചിരിക്കായിരുന്നു. പക്ഷെ മുന്നേ വന്നപ്പോഴത്തേക്കും എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഞാനും കൂടെ പോയി സൈഡിൽ നിന്ന് എടുക്കട്ടെ. അങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി മാത്രമല്ല, സാധാരണ ഇവരുടെ കുക്കിങ്ങിൻ്റെ വിമർശനം ഞാൻ തന്നെയാണ് കൊടുക്കാറ്. ഇതിലിപ്പോൾ വിമർശിക്കണമെന്നില്ല. നന്നായിട്ടുണ്ട്. ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ വെജ് ഐറ്റംസിനെക്കാട്ടിലും ഒക്കെ കിടിലുമായിട്ടാണ് ഓരോ വെജിറ്റേറിയൻ ഡിഷസും നമുക്ക് വെച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം എന്തായാലും ഇതുമൊക്കെ ഇപ്പം വിമർശകർ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത്. ഇതെല്ലാം നമുക്ക് രാധാസ് ഹോം ട്രീറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ മടിയുള്ളവർക്ക് നേരെ ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞാൽ, ചേട്ടൻ്റെ നമ്പർ തരും, ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഓർഡേഴ്സ് കൊടുക്കാം. പ്രീ ഓർഡേഴ്സാണ്. അപ്പോൾ വിളിച്ച് മുന്നേ പറഞ്ഞ് ഈവനിങ് സ്നാക്സിന് രുചികരമായിട്ടുള്ള വെജ് നഗറ്റ്സൊക്കെ വാങ്ങി കഴിക്കാം കേട്ടോ. അപ്പം കോൺടാക്ട് നമ്പർ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം. ചേട്ടൻ നമ്പറാണ് 9567894567. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ